പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വാനോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടുമെന്ന് പഴമക്കാർ പറയും. ആകാശം മുട്ടെ ആഗ്രഹിക്കണം, എന്നാലേ ഒരു കുന്നിൻ്റെ വലിപ്പത്തിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആഗ്രഹം വലുതായിരിക്കണം, അതിനനുസരിച്ച് ലക്ഷ്യവും എന്നുള്ള ഒരു ചിന്തയാണ് ഈ പഴമക്കാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ വളർത്താൻ പരിപോഷിപ്പിക്കാം എന്നതിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ തലക്കെട്ടായിട്ട് നമുക്ക് വർക്ക് വിത്ത് ഗോൾസ് അഥവാ സെറ്റിംഗ് ദ ഗോൾസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് വലിയൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എന്നെക്കാളും ഒരു 5 വയസ്സിന് മുതിർന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെയൊക്കെ താഴെ അദ്ദേഹം ഒരു ഓലമേഞ്ഞ് ഒരു ഷെഡുണ്ടാക്കി. ഏകദേശം അദ്ദേഹത്തിൻ്റെ വീടും ഈ ഓലമേഞ്ഞ ഷെഡും തമ്മിൽ 5 മിനിറ്റെങ്കിലും നടക്കാനുള്ള വഴിയുണ്ട്. 8ാം ക്ലാസ് വരെ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. എന്നാൽ പഠിക്കണമെന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഈ ബഹളങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കണം എന്നുള്ള ആദ്യത്തെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. ആ പഠനം LLB വരെ പഠിച്ചു. ഇതിനിടയ്ക്ക് നല്ലൊരു ജോലി കിട്ടി. അപ്പോൾ പെങ്ങളാണ് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് പെങ്ങളുടെ മകന് ആ ജോലി അദ്ദേഹം കൈമാറി. അദ്ദേഹത്തിൻ്റെ വളർച്ചയിലും നല്ല പെരുമാറ്റത്തിലും ഉയർച്ചയൊക്കെ കണ്ട് ഒരു ഗൾഫിൽ ജോലിയുള്ള ഒരു പെൺകുട്ടിയെ തന്നെ അദ്ദേഹത്തിന് വിവാഹം ലഭിച്ചു. വിവാഹം കഴിച്ചു. പെൺകുട്ടിയോടൊപ്പം അദ്ദേഹം ഗൾഫിലേക്ക് പോയി. LLB തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഗൾഫിൽ സാമാന്യ ഭേദപ്പെട്ട ഒരു ജോലി ഉണ്ടായി. നാട്ടിൽ നല്ലൊരു വീട് വെച്ചു. ഇതിനിടയ്ക്ക് നല്ലൊരു മകൻ അവർക്ക് ലഭിച്ചു. മകനും അതിരറ്റ കഴിവുള്ള വ്യക്തിയാണ്. ഈ ഇടയ്ക്ക് മകൻ്റെ വിവാഹം കഴിഞ്ഞു. UK നാട്ടിൻ പുറത്തുകാരിയാണെങ്കിൽ UK ജോലി സംബന്ധമായിട്ട് സെറ്റിലായ ഒരു പെൺകുട്ടി. മോനും മരുമോളും UK ഇതിനിടയ്ക്ക് അദ്ദേഹം നാട്ടിലെത്തി. LLB കംപ്ലീറ്റ് ചെയ്തു. അഡ്വക്കേറ്റായി. ഇപ്പം എൻ്റെ അറിവനുസരിച്ച് 4 പേരും, അപ്പനും അമ്മയും, ഞാൻ പറഞ്ഞ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മരുമകളും മകനും എല്ലാവരും UK. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പഴമക്കാർ പറയില്ലേ? ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗവും നല്ലതായിരിക്കും. ലക്ഷ്യം ശുദ്ധിയുള്ളതാണെങ്കിൽ മാർഗവും ശുദ്ധിയുള്ളതായിരിക്കും എന്നുകൂടിയുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ലക്ഷ്യമാണ് എത്തിച്ചേരേണ്ട ഇടം. നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമില്ലേ? ഇപ്പം മാർക്കറ്റിൽ പോകുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്, സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഹൈക്കോർട്ടിൽ പോകാറുണ്ട്. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. കൗൺസിലിംഗ് കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ദിവ്യബലിക്ക് പോകുന്നു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ വെറുതെ ഞാനൊന്ന് ഹൈക്കോർട്ടിൽ പോകാന്നാൽ സമയനഷ്ടം, പണനഷ്ടം, അതുപോലെ വ്യർത്ഥമായിട്ട് ആ സമയം മുഴുവൻ ചെലവഴിച്ചു എന്നുള്ള ചിന്താഗതി. അപ്പോൾ നമുക്ക് ഓരോ കാൽവയ്പ്പിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. തലേ ദിവസം തന്നെ കിടക്കുന്നതിന് മുമ്പ് നാളത്തെക്കുറിച്ച്, നാളത്തെ ദിവസം ഞാൻ എന്തു ചെയ്യും എന്നുള്ളതിന് നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കണം. 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നു, ജോലി സ്ഥലത്തേക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു, ഇടവേളകൾ ഇങ്ങനെയൊക്കെ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു, ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നു. 5 മണിക്ക് 5:30 ഞാൻ വീട്ടിലെത്തിയാൽ വൈകുന്നേരം 8 മണി വരെയുള്ള സമയം ഞാൻ എന്ത് ചെയ്യാം? അത് കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഉറങ്ങാനായിട്ട് പോകുന്നു. കണ്ടോ, നമ്മുടെ ജീവിതത്തിന് ഓരോ നിമിഷത്തിനും ഓരോ ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യം അനുസരിച്ച് നമ്മൾ മുന്നേറുമ്പോഴാണ് വർക്ക് വിത്ത് ഗോൾസ് നമ്മൾ
ഒരു ലക്ഷ്യത്തോടെ അനുദിന ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. എല്ലാ മഹാന്മാരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ, എന്തിന് നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് എടുത്തു നോക്കുക. ഏതെല്ലാം ദിവസങ്ങളിൽ നിങ്ങൾ വർക്ക് വിത്ത് ഗോൾസ്, ലക്ഷ്യത്തോടെ ഓരോ നിമിഷവും ചെലവഴിച്ചിട്ടുണ്ടോ, നിങ്ങൾ അതീവ സംതൃപ്തനായിരിക്കും. നമുക്കൊരു വിശുദ്ധനുണ്ട്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, സ്പെയിൻകാരനാണ്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ എപ്പോഴും ഏതെങ്കിലും കാര്യത്തിൽ വ്യാപൃതനായിരുന്നാൽ തിന്മയുടെ ശക്തികൾ, നമ്മൾ പിശാച് എന്ന് വിളിക്കാം, പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോയിക്കൊള്ളും എന്ന് പറയും. നമ്മളെപ്പോഴും ഒക്യുപ്പൈഡ് ആയിരിക്കുക, അതാണ് ഏറ്റവും നല്ല വാക്ക്. ഒക്യുപ്പൈഡ് ആയിരുന്നാൽ ഒന്നും ചെയ്യാനില്ല. ദിവസം മുഴുവൻ ഉറങ്ങിയും ഉണർന്നും മൊബൈൽ റീൽസ് കണ്ടും ഗെയിം കളിച്ചും ഒക്കെ നമ്മൾ സമയം വ്യർത്ഥമാക്കി കളയുന്നതിനേക്കാളും ഉപരിയായിട്ട് മൊബൈൽ കാണുമ്പോഴും നല്ല ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. പഠിക്കാനുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തി കാണുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് കേൾക്കുന്നതോ, അല്ലെങ്കിൽ അനുദിന ജീവിതത്തിലെ ട്രെൻഡായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും പ്രചോദിപ്പിക്കുന്നതോ. അപ്പം എല്ലാത്തിനും നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഓരോ മണിക്കൂറിലെയും ഓരോ മിനിറ്റും ഓരോ നിമിഷവും നമുക്ക് ബോധ്യങ്ങളോടെ മുന്നേറാനായിട്ട് സാധിക്കണം. ഈ നിമിഷത്തിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് ക്രമീകരിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസമുണ്ടാവും. സക്സസ് ആണ് സെൽഫ് കോൺഫിഡൻസ് വളർത്തുന്നത്. ഫെയിലിയേഴ്സ് എപ്പോഴും ലാക്ക് ഓഫ് കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തെ തളർത്തുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നതാണ്. ഒന്നും ചെയ്യാനില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ റീൽസ് കണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് നോടി ഇങ്ങോട്ടൊന്ന് നടന്ന്, അവിടേക്ക് ബൈക്ക് എടുത്തൊന്ന് പോയി, ഇപ്പുറത്തേക്ക് കാർ എടുത്തൊന്ന് വന്നു, കണ്ട നമുക്കൊരു ലക്ഷ്യവും തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതം വ്യർത്ഥമാണ് എന്ന് തോന്നുന്നവരുണ്ട്. ജീവിതത്തിനൊരർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നും ചിന്തിക്കുന്നവരുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന അവരാരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഓരോ മണിക്കൂറും ഈ നിമിഷം മുതൽ എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്കൊരു ആത്മീയ സന്തോഷമൊക്കെ ഉണ്ടാവുക. ആത്മീയ സന്തോഷം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ എല്ലാ മേഖലകളെയും നമുക്ക് സ്പർശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നു മുതൽ വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുവാനായിട്ട്, ഗോൾസ് വിത്ത് ലൈഫ് എന്നുള്ള ചിന്തയോടെ ജീവിക്കുവാനായിട്ട്, സെറ്റ് ദ ഗോൾസ് ഫോർ ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് ഓഫ് അവർ ലൈഫ്. ഓരോ നിമിഷത്തിലും ഓരോ ലക്ഷ്യത്തെ പ്രാപ്തിക്ക് വേണ്ടി മുന്നേറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് നമ്മളെ സർവേശ്വരൻ തന്നെ സഹായിക്കുന്നുണ്ട്. ബോധ്യങ്ങളോടെ ജീവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്, 6ാമത്തെ ക്ലാസ്, നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് തന്നെ വർക്ക് വിത്ത് ഗോൾസ് എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടെയാണ്. നമ്മുടെ ആത്മവിശ്വാസം ഏതെല്ലാം വിധത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഓരോ നിമിഷവും പരിപോഷിപ്പിക്കുവാനായിട്ട്, തളർന്നു പോകാത്തവരായിട്ടിരിക്കാനായിട്ട്. എപ്പോഴും സക്സസ് should be or will be repeated and failures are to be overcome. നമുക്ക് വിജയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കാം, തോൽവികളെ കഴിവതും അതിജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്നും ആത്മവിശ്വാസത്തിൻ്റെ മക്കളായിട്ട് ആത്മവിശ്വാസത്തിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. നമ്മുടെ കൊച്ചുരഹസ്യ സ്പിരിച്വൽ സെൻ്ററിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കും തുടർന്ന് നൽകാൻ പോകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.